SFI പത്തനംതിട്ട മുൻ ജില്ലാ പ്രസിഡന്റ് ജയകിഷൻ തണ്ണിത്തോടിന് പോലീസ് മർദ്ദനമേറ്റതിൽ കോന്നി CI ആയിരുന്ന മധു ബാബുവിനെതിരെ നടപടി ആവശ്യപ്പെട്ടുള്ള SP-യുടെ റിപ്പോർട്ട് പുറത്തുവിടുകയാണ്. റിപ്പോർട്ട് പത്തനംതിട്ട SP ആയിരുന്ന G ഹരിശങ്കർ DGP-ക്ക് അയച്ച റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ജയകിഷനെ CI മധുബാബു ക്രൂരമായി മർദ്ദിച്ചെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. മധുബാബു പോലീസ് സേനയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കിയെന്നും അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നും റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നു. പക്ഷേ നാളിതുവരെയും നടപടി സ്വീകരിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, CI ആയിരുന്ന മധുബാബു DYSP ആയി മാറുകയും ചെയ്തു. പ്രവീൺ പുരുഷോത്തമനുണ്ട് കൂടുതൽ വിവരങ്ങൾ. പ്രവീൺ പുരുഷോത്തമൻ, ഇന്നലെ SFI-യുടെ ഭാരവാഹിയായിരുന്ന ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന ജയകിഷൻ നടത്തിയ വെളിപ്പെടുത്തൽ, അത് 13 വർഷങ്ങൾക്ക് മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് CI ആയിരുന്ന മധുബാബു നടത്തിയ ആക്രമണത്തിന്റെ വിവരങ്ങളായിരുന്നു. അതിൽ പോലീസ് അന്വേഷണം നടത്തി. കുറ്റക്കാരനാണ് മധുബാബു എന്ന് കണ്ടെത്തി. പക്ഷേ കഴിഞ്ഞ 9.5 വർഷമായിട്ടും പിണറായി സർക്കാരിന്റെ രണ്ടാം സർക്കാർ വന്നിട്ടും നടപടി ഒന്നും എടുത്തില്ലെന്ന് മാത്രമല്ല, പ്രമോഷൻ നൽകി DYSP ആയി ഉയർത്തുകയാണ് ചെയ്തത്. ഈ റിപ്പോർട്ടിൽ പറയുന്നത്, ജയകിഷൻ പറയുന്നത് ശരിയാണ് എന്ന് തന്നെയല്ലേ പ്രവീൺ? ഗുഡ് മോർണിംഗ്. മോർണിംഗ് അരുൺ. തന്റെ പരാതിയിൽ SFI പത്തനംതിട്ട മുൻ ജില്ലാ പ്രസിഡന്റായിരുന്ന ജയകൃഷ്ണൻ തണ്ണിത്തോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശരിയെന്ന് തന്നെയാണ് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി DGP-ക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. 2012 ഒക്ടോബറിലാണ് ഈ പരാതിക്കിടയാക്കിയിട്ടുള്ള ഒരു സംഭവം നടന്നത്. അന്ന് ജയകൃഷ്ണൻ തണ്ണിത്തോട് SFI-യുടെ കോന്നി ഏരിയ സെക്രട്ടറി ആയിരുന്നു. പക്ഷേ 2012 ഈ സംഭവം നടന്ന് ഒന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേറ്റ ശേഷം 2016 അന്ന് ജില്ലാ പോലീസ് മേധാവിയായിരുന്ന ഹരിശങ്കർ ഈ വിഷയത്തെപ്പറ്റി കാര്യമായി അന്വേഷിക്കുകയും ഒരു റിപ്പോർട്ട് അന്നത്തെ DGP-ക്ക് സമർപ്പിക്കുകയും ചെയ്തത്. ആ DGP-ക്ക് സമർപ്പിച്ച ആ റിപ്പോർട്ടിൽ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ ഈ അന്ന് സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന മധുബാബുവിനെതിരെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രധാനമായും കസ്റ്റഡിയിൽ മർദ്ദനം നടത്തി എന്ന് തന്നെ ആ റിപ്പോർട്ടിൽ പറയുന്നു. ഗുരുതരമായിട്ടുള്ള അച്ചടക്ക ലംഘനം നടത്തി. അങ്ങനെ കസ്റ്റഡിയിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചത് പോലീസ് സേനയുടെ അഭിമാനത്തിന് കളങ്കമുണ്ടാക്കി എന്ന വാചകം കൂടി അതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാചകം ആ റിപ്പോർട്ടിൽ പറയുന്നത്, നിരന്തരം ഇങ്ങനെ സ്വകാര്യ വ്യക്തികളിൽ നിന്നും സർക്കിൾ ഇൻസ്പെക്ടർ മധുബാബുവിനെതിരെ പരാതി ലഭിച്ചിട്ടുണ്ട്, അത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അപ്പോൾ തുടർച്ചയായി ഇങ്ങനെ മർദ്ദനം നടത്തുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ടാണ് അന്നത്തെ ജില്ലാ പോലീസ് മേധാവിയായിരുന്ന ഹരിശങ്കർ DGP-ക്ക് സമർപ്പിച്ചത്. 2012 ഈ സംഭവം നടക്കുമ്പോൾ ജയകൃഷ്ണൻ തണ്ണിത്തോട് SFI-യുടെ കോന്നി ഏരിയ സെക്രട്ടറി ആയിരുന്നു. അന്ന് അടൂർ പ്രകാശ് മന്ത്രിയായിരുന്നു. അടൂർ പ്രകാശിന്റെ ഓഫീസ് അടൂർ നഗരത്തിൽ തന്നെയായിരുന്നു. അവിടേക്ക് SFI-യുടെ ഒരു മാർച്ച് ഉണ്ടായിരുന്നു. ആ SFI മാർച്ച് നടത്തിയതുമായി ബന്ധപ്പെട്ട് കോന്നി പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. പക്ഷേ കേസ് രജിസ്റ്റർ ചെയ്തവരുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ പ്രതിപ്പട്ടികയിൽ ആദ്യം ജയകൃഷ്ണൻ തണ്ണിത്തോട് ഉണ്ടായിരുന്നില്ല. പിന്നീട് ഒടുവിലത്തെ പേരായി അല്ലെങ്കിൽ ഒടുവിലത്തെ പ്രതിയായി ജയകൃഷ്ണൻ തണ്ണിത്തോടിന്റെ പേര് ചേർക്കുകയായിരുന്നു. അങ്ങനെയാണ് തണ്ണിത്തോട്ടിൽ നിന്നും വീട്ടിൽ നിന്നും സർക്കിൾ ഇൻസ്പെക്ടർ മധുബാബുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ജയകൃഷ്ണൻ തണ്ണിത്തോടിനെ കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് കോന്നി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് മർദ്ദിച്ചതായി ജയകൃഷ്ണൻ തണ്ണിത്തോട് പരാതിയിൽ പറയുന്ന പ്രകാരമുള്ള സംഭവങ്ങൾ നടന്നത്. ഏതായാലും അന്ന് 2016 ജില്ലാ പോലീസ് മേധാവിയായിരുന്ന ഹരിശങ്കർ ഇക്കാര്യത്തെക്കുറിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുകയും ഇരു കൂട്ടരിൽ നിന്നും, അതായത് ജയകൃഷ്ണൻ തണ്ണിത്തോടിൽ നിന്നും മൊഴിയെടുത്തിരുന്നു. ഒപ്പം തന്നെ സർക്കിൾ ഇൻസ്പെക്ടർ മധുബാബുവിൽ നിന്നും മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ആ മൊഴിയൊക്കെ വിശദമായി എടുത്ത ശേഷം, വിശദമായിട്ടുള്ള പരിശോധനകളൊക്കെ നടത്തിയ ശേഷമാണ് ഈ ഉദ്യോഗസ്ഥനെതിരെ അച്ചടക്ക നടപടി വേണം എന്നുള്ള ഒരു റിപ്പോർട്ട് DGP-ക്ക് സമർപ്പിച്ചത്. ഇപ്പോൾ നമ്മോടൊപ്പം ജയകൃഷ്ണൻ തണ്ണിത്തോടിന്റെ അഭിഭാഷകൻ കൂടിയുണ്ട്, പ്രശാന്ത് വി കുറുപ്പ് കൂടെയുണ്ട്. ഇതിപ്പോൾ 2016 തന്നെ ഇങ്ങനെയൊരു റിപ്പോർട്ട് ജില്ലാ പോലീസ് മേധാവി DGP-ക്ക് സമർപ്പിച്ചതാണ്. പക്ഷേ വർഷം എത്ര കഴിഞ്ഞിരിക്കുന്നു, ഇപ്പോഴും ആ ഉദ്യോഗസ്ഥൻ DSP തസ്തികയിൽ തുടരുകയാണ്. അല്ല, ജയകൃഷ്ണൻ തണ്ണിത്തോടിനുണ്ടായ ക്രൂരമായ മർദ്ദനത്തെ കൃത്യമായി വളരെ വ്യക്തമായിട്ട് തന്നെ G ഹരിശങ്കർ IPS-ന്റെ അന്വേഷണ റിപ്പോർട്ടിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പം തന്നെയുമല്ല, അത് അന്ന് ഈ മർദ്ദനമേറ്റത് UDF ഭരണ കാലഘട്ടത്തിലാണെങ്കിൽ LDF ഭരണ കാലഘട്ടത്തിലും ഇതേ ഈ വ്യക്തിക്ക് തന്നെ നീതി കിട്ടിയില്ല എന്നുള്ളതാണ് ഒരു ഞെട്ടിപ്പിക്കുന്ന വസ്തുത. തന്നെയല്ല, കേരള പോലീസിന്റെ ചരിത്രത്തിൽ ഒരു ഉദ്യോഗസ്ഥൻ 3 കസ്റ്റഡി മർദ്ദന കേസിൽ പ്രതിയായി ശിക്ഷിക്കപ്പെട്ട സാഹചര്യം അപൂർവങ്ങളിൽ അപൂർവമാണ്. 2012 ചേർത്തല സുബൈറിനെ ആക്രമിച്ച കേസിനകത്തിൽ, മർദ്ദിച്ച കേസിനകത്തിൽ സുബൈർ പ്രതി പോലും ആയിരുന്നില്ല. സുബൈറിനെ മർദ്ദിച്ച കേസിനകത്തിൽ ഇയാളെ ചേർത്തല കോടതി ശിക്ഷിച്ചിട്ടുണ്ട്. 2024 ഡിസംബറിൽ ആലപ്പുഴ തവണക്കടവ് സ്വദേശിയായ സിദ്ധാർത്ഥനെ കസ്റ്റഡിയിൽ വെച്ച് ഡയഫ്രം അടിച്ചു പൊട്ടിച്ച കേസിനകത്ത് ശിക്ഷിച്ചിട്ടുണ്ട്. കുറവിലങ്ങാട് കോളേജ് അധ്യാപകനെ മർദ്ദിച്ച കേസിനകത്തിൽ ഇയാളെ കോടതി ശിക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ 3 കേസിൽ കസ്റ്റഡി മർദ്ദനത്തിന് ശിക്ഷ കിട്ടിയിട്ടുള്ള ഒരാൾക്ക് അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായ ആ കേസിലൊക്കെ അതിൽ അല്ലെങ്കിൽ പിന്നെ അതൊക്കെ വ്യക്തിപരമായിട്ടുള്ള കേസുകളാണെങ്കിൽ പോലും
അതിന് കസ്റ്റഡി മർദ്ദനത്തിൽ ഒരാളെ പ്രതി ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കോടതി ശിക്ഷിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ എല്ലാവിധമായ ഈ തെളിവുകളും പ്രതിക്കെതിരാകുമ്പോൾ മാത്രമേ ഒരു ഉദ്യോഗസ്ഥനെ ശിക്ഷിക്കപ്പെടത്തുള്ളൂ. സർക്കിൾ ഇൻസ്പെക്ടർ മധുബാബുവിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്ന് തന്നെയാണ് ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിൽ പറയുന്നത്, DGPക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. പിന്നെ എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു നടപടിയിലേക്ക് പോകാതിരുന്നത്? അത് ഞങ്ങളെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന വസ്തുതയാണ്. കാരണം ഇത്തരത്തിലുള്ള നിരവധി കേസുകൾ ഇയാൾ പ്രതിയായിട്ടുള്ള 9ഓളം കേസുകൾ വിചാരണ നേരിടുന്നുണ്ട്. ഇപ്പോൾ ഹൈക്കോടതിയിൽ ഒരു പരാതി ജ്യേഷ്ഠൻ തണ്ണിത്തോട് കൊടുത്തിട്ടുണ്ട്. തനിക്ക് നീതി കിട്ടണം. ഈ റിപ്പോർട്ട് അന്ന് സർക്കാരിലേക്ക് സമർപ്പിച്ചിട്ടും ഇപ്പോഴും ആലപ്പുഴ DSP ആയി മധുബാബു തുടരുകയാണ്. അപ്പോൾ ആ ഉദ്യോഗസ്ഥനെതിരെ കൃത്യമായിട്ടുള്ള നടപടി വേണം എന്നാണ് ജ്യേഷ്ഠൻ തണ്ണിത്തോടിന്റെ ആവശ്യം. ഒപ്പം തന്നെ ഈ റിപ്പോർട്ടിൽ ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങൾ അന്ന് ജില്ലാ പോലീസ് മേധാവിയായിരുന്ന ഹരിശങ്കർ DGPക്ക് നൽകിയ റിപ്പോർട്ടിൽ ഇത്രയും കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ആ കണ്ടെത്തൽ ഇപ്പോഴും അത് പേപ്പറിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു റിപ്പോർട്ടിൽ തന്നെ ഒതുങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അഭിഭാഷകന്റെയും ഒപ്പം തന്നെ ജ്യേഷ്ഠൻ തണ്ണിത്തോടിന്റെയും ഒക്കെ ഒരു പരാതി. ഇനിയെങ്കിലും ഈ ഒരു റിപ്പോർട്ടിന്മേൽ നടപടി വേണമെന്നൊരു ആവശ്യം ഈ പരാതിക്കാർക്കുണ്ട്. അരുൺ. താങ്ക് യു പ്രവീൺ. അത് ഞെട്ടിക്കലുതാണ്. അഭിഭാഷകൻ പറഞ്ഞതുപോലെ ജയകൃഷ്ണൻ തണ്ണിത്തോട് SFIയുടെ പത്തനംതിട്ടയിലെ മുൻ ജില്ലാ പ്രസിഡന്റായിരുന്നു. UDFന്റെ ഭരണകാലത്ത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അന്ന് കോന്നി CA ആയിരുന്ന മധു ബാബുവാണ് വളരെ ക്രൂരമായി മർദ്ദിച്ചത്. അന്ന് നീതി കിട്ടിയില്ല. അന്ന് അന്വേഷണം നടത്തിയ ഹരിശങ്കർ ആ റിപ്പോർട്ടിൽ വളരെ കൃത്യമായ ആ മർദ്ദനത്തിന്റെ വിവരങ്ങൾ പറഞ്ഞു. ജയകൃഷ്ണൻ നമ്മളോട് പറഞ്ഞത് വാസ്തവമാണ്, സത്യമാണ് എന്നുള്ളത് ആ റിപ്പോർട്ടിൽ പറയുന്നു. അങ്ങനെ റിപ്പോർട്ട് LDF സർക്കാർ വരുമ്പോൾ മുൻ SFI പ്രസിഡന്റിനെ ഇത്ര ക്രൂരമായി തല്ലിച്ചതച്ച CA അവിടെ വെച്ചുകൊണ്ടിരിക്കാൻ പാടുണ്ടോ? വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കിട്ടിയ അടി ഈ LDF സർക്കാരിന്റെ കാലത്തും അതിന് നീതി കിട്ടിയില്ലെന്ന് മാത്രമല്ല, ഉദ്യോഗസ്ഥൻ DSP ആയി ഇപ്പോൾ ആലപ്പുഴ ഇരിപ്പുണ്ട് മധുബാബു. അന്വേഷണ റിപ്പോർട്ട് നമ്മളിപ്പോൾ പുറത്തുവിടുന്നു. ജയകൃഷ്ണൻ പറഞ്ഞത് വാസ്തവം ആണ്, അക്ഷരം പ്രതി ശരിയാണെന്നേ. SFIയുടെ മുൻ ജില്ലാ പ്രസിഡന്റിനാണ് ഇതാണ് അവസ്ഥയെങ്കിൽ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരന്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതല്ലേ ചോദ്യം.